ഹലോ പോലെ പോയില്ല. എന്ത് ബ്രോ? പോയില്ലേ? എന്ത്? റീലൊക്കെ കണ്ടായിരുന്നു. ആരുടെ? എന്റെ എന്റെയാ? കൂടാതെ കാതലി. ബ്രോയാണോ അത് പാടിയേ? ആണോ? ആണോ? അത് ചോദിച്ചാ ആണോ? ആണോ? ആ അന്ന് ഇരുട്ടത്തായിരുന്നു. ജർമ്മൻ മച്ചാൻസ് ഇങ്ങോട്ട് കാണിച്ചേ. അല്ല അതിലെ പാട്ടുണ്ടോന്ന് എനിക്കറിയില്ല, ഞാൻ ശ്രദ്ധിച്ചില്ല. പുതിയ ഇത് വന്നോ? അല്ലല്ല, ഇവരുടെ ഇതൊക്കെ വന്നാൽ നമുക്ക് കുറച്ച് സ്റ്റാൻഡേർഡ് ഉണ്ട്. എടാ എന്നാ ഒരെണ്ണം കൂടി പാടറാ. ഓ അത് ശരി. ഞാൻ ഇങ്ങനെ ഇരുന്നാണെങ്കിൽ പാടാ. റീലായിരിക്കും, അടുത്ത റീലിനായിരിക്കും. അല്ലടാ നന്നായിരുന്നു. പക്ഷേ സത്യം പറയല്ലോ, അടിപൊളിയായിരുന്നു. ഓ നല്ല താങ്ക് അഭിപ്രായമായിരുന്നു യു. എല്ലാവരും. അതെ അതെ. കാര്യം എൻ്റെ പേഴ്സണൽ ഫ്രണ്ട്സൊക്കെയും ഈ റൂമിലുള്ളവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി നിന്റെ പാട്ട്. അതായത് നിന്റെ മാത്രമേ ഞാൻ എടുത്തേ. എനിക്ക് ഇഷ്ടമായി അത്. നന്നായി പാടുന്നുണ്ടാ. താങ്ക് യു, താങ്ക് യു. നീ ഇപ്പൊ ഒരെണ്ണം പാട്. ഏത് പാട്ട് കാണാൻ ചേട്ടനെ പറഞ്ഞോ? ഇഷ്ടമുള്ളത് പാടിക്കോ. സൗണ്ട് ഇറക്കി. ഇപ്പൊ ചേട്ടൻ തന്നെ പറഞ്ഞു ഏത് വേണമെന്ന്. ഞാൻ ഈ ബ്ലർ ഓഫ് ആക്കാം. ആ ഈ പുള്ളിയാണ്. എന്താണ് പരിപാടി? ചേട്ടൻ ഏത് പാട്ട് വേണം? സൗണ്ട് ഉറക്കി. എനിക്കങ്ങനെ ഇടയ്ക്ക് ആസ്വദിക്കാൻ അറിയാം. സീരിയസ്ലി നീ നിന്റെ ഇഷ്ടമുള്ളത് നിനക്ക് ഇഷ്ടമുള്ളത് ഒരെണ്ണം പാട്. ഇതിലുള്ളത് വേണ്ട, മുമ്പ് പാടിയത് വേണ്ട, അല്ലാത്തത്. അടയമഴ മതിയാ? ആ 2 3 4. അടമഴை வரும் அதில் நனைவோமே குளிர் காய்ச்சலோடு ஸ்நேகம் ஒரு போர்வைக்குள் இரு தூக்கம் குழு குழு பொய்கள் சொல்லி என்னை வெல்வாய் அது தெரிந்தும் கூட அன்பு மனமதேதான் எதிர்பார்க்கும். எங்கேயும் போகாமல் தினம் வீட்டிலேயே நீ வேண்டும். சில சமயம் விளையாட்டாய் உன்னாடிக்குள்ளே நான் வேண்டும். வசீகரா என் நெஞ்சினிக்க உன் பொன்மடியில் தூங்கினால் போதும். அதே கணம் என் கண்ணுறங்க உன் ஜன்மங்களில் ஏக்கங்கள் தீரும். അയ്യാ അതാണ്. എടാ താങ്ക്സ്. എനിക്ക് നിന്റെ അടുത്ത് താങ്ക്സ് ഉണ്ട്. താങ്ക്സ് എ ലോട്ട്. എന്തിന്? അതൊന്നും കുഴപ്പമില്ല ബ്രോ. ഇങ്ങനെ ഒരു പാട്ട് അല്ലടാ. എനിക്ക് ഇവിടെ ഉണ്ട്. നീ ഇവിടെ ഉണ്ട്. പാട്ടൊക്കെ വല്ലതും വേണമെങ്കിൽ മെസ്സേജ് അയച്ചാൽ മതി, സെറ്റാക്കാം. സെറ്റ്. ഞാനിപ്പോ ഓക്കെ. ഇതെന്തായാലും ഞാൻ ഇടും. നിന്റെ ഈ പാട്ട് എന്തായാലും ഞാൻ ഇടും. വേണ്ടാന്ന് എനിക്ക് അവന്റെ റീലി വന്നാണ് മയില്. ആരുടെ? നിന്നെ വേറെ ആരെങ്കിലും പണിതാ? വേറെ ആരും ഒന്നും ഇട്ടില്ല. മ്യൂസിക്കില്ലേ എടുത്ത് നോക്കും. ഇവനെ ഫാൻ ബോയ് ആക്കി. ഇതില് കയറാറുണ്ടാ? ഞാൻ അങ്ങനെ ഒരു സാധനം കണ്ടായിരുന്നു. മ്യൂസിക് ഇതില് കേറി. അവ ആദ്യമേ ഇവനെ കൊണ്ട് പാട്ടൊക്കെ പാടിപ്പിച്ചിട്ട് പിന്നെ അത് കഴിഞ്ഞ് അതെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഇവനെ ഫാൻ ബോയ് ആക്കി അങ്ങിട്ട്. എന്തായാലും കൈ കിട്ടാണെന്നുണ്ടെങ്കിൽ ഊക്കി വിടാടാ. നിനക്ക് വേണ്ടി, നിന്റെ പാട്ടിന് വേണ്ടി നടക്കട്ടെ. എനിക്ക് കിട്ടിയ മെൻഷൻ ചെയ്താൽ മതി. ഞാൻ എന്തായാലും ചെയ്യും. എനിക്ക് അന്ന് ഇത് കിട്ടിയില്ല, എനിക്ക് കിട്ടണ്ടായില്ല. പക്ഷെ ഞാനിത് മറ്റേതും ഇതും എന്തായാലും നിന്നെ മെൻഷൻ ചെയ്യുന്നുണ്ട്. ബൈ. ഇങ്ങേർക്കടാ ഇങ്ങേർക്ക്.